കേരളത്തെ അർഹതപ്പെട്ട വിഹിതം പോലും തരാതെ കേന്ദ്രം വീർപ്പുമുട്ടിക്കുമ്പോഴും തളരാതെ നിന്നതാണ് LDF സർക്കാരിന്റെ ബദൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തളർന്നു നിൽക്കാൻ കേരളം ഉദ്ദേശിക്കുന്നില്ല, സ്വന്തം നിലയിൽ നിൽക്കാനുള്ള ശ്രമത്തിലാണ് കേരളം. കേന്ദ്രം കേരളത്തെ വീർപ്പുമുട്ടിക്കുമ്പോൾ UDF മിണ്ടുന്നില്ല, BJPക്കൊപ്പമാണ് ഇക്കാര്യത്തിൽ UDF എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂർ RS പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് തന്നെ കേരളത്തിലെ LDF സർക്കാർ ഒരു ബദലാണ്. ഇങ്ങനെ പറയുന്നത് വെറുതെയല്ല. കേന്ദ്രം കേരളത്തെ ഞെക്കുമ്പോഴും കേരളം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നേടിയിട്ടുണ്ട്. അതുതന്നെയാണ് കേരളം മുന്നോട്ട് വച്ച ബദലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളം എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് കേരളം പോലെ ആവുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേന്ദ്രമന്ത്രിയെ പറ്റി പറഞ്ഞില്ല, അവരെല്ലാം പഠിക്കേണ്ട കാര്യം അതാണ്. എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ കേരളത്തെ പോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി മാതൃകാപരമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞ ഈ കൽപ്പ്, ഈ ശക്തി, ഈ പ്രത്യേകത എന്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലില്ല? ഇതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. നമ്മളിനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് നമ്മൾ മൂന്നാം LDF ഗവൺമെൻറ്റിലേക്ക് പോകുമെന്ന കാഴ്ചപ്പാടോടെ ജനങ്ങളെ സമീപിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. കിഫ്ബി വഴിയാണ് ആ പ്രതിസന്ധിയെ മറികടന്നത്. 90,000 കോടിയുടെ വികസനമാണ് കിഫ്ബി വഴി കേരളത്തിൽ നടപ്പാക്കിയത്. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ നടപടിയായിരുന്നു അത്. ഇത് കണ്ടപ്പോഴാണ് കിഫ്ബിയെ പിടിച്ചത്. കേരളം വളർന്നുകൂടാ എന്ന ചിന്തയാണ് UDFനും ഉള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭരണഘടനാപരമായിട്ട് നമുക്ക് തരേണ്ടുന്ന കൃത്യമായിട്ടുള്ള ഈ കേരളത്തിന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യം ലഭിക്കുന്നില്ല. BJP അതിനു വേണ്ടി വാദിക്കില്ല, കാരണം അവരെ ഗവൺമെൻറ്റാണ്. എന്നാൽ UDF എടുക്കുന്ന നിലപാടെന്താ? ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയതുകൊണ്ട് ഇങ്ങനെ പണമൊന്നും കിട്ടാതെ, പദ്ധതിയൊന്നും നടപ്പിലാക്കാനാവാതെ പ്രയാസപ്പെട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കയറണം. ഇതാണ് UDFൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് ഒരു വികസന പ്രവർത്തനവും ഞങ്ങളുടെ പിന്തുണയോടെ ഇല്ല. ഒരു വികസന പ്രവർത്തനത്തിനും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയില്ല. മാത്രമല്ല, കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഒരക്ഷരം പറയാൻ അവർ തയ്യാറുമില്ല. ഇതാണ് കേരളത്തിൻ്റെ ചിത്രം. വിജ്ഞാന സമൂഹത്തോടൊപ്പം വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും ഉണ്ടാക്കുകയാണ് LDF സർക്കാരിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായാണ് നിക്ഷേപ സംഗമങ്ങൾ അടക്കം നടത്തിയത്. 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിലൂടെ വന്നത്. 2 ആഴ്ച കൊണ്ട് ഇത് ചാർട്ട് ചെയ്ത് നടപ്പാക്കും. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJPയും UDFും മുന്നോട്ട് വരുന്നത്. ഇത് കേരളത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF സംഘടിപ്പിച്ച കണ്ണൂർ RS പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, KP സുധാകരൻ, K മനോജ്, രതീഷ് ചിറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.